തൊഴിൽ തട്ടിപ്പിനിരയായി വിദേശത്ത് കുടുങ്ങിയ ഇടുക്കി സ്വദേശിനിക്ക് മോചനം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് യുവതി നാട്ടിൽ എത്തിയത്. സുഹൃത്തായ നെടുങ്കണ്ടം സ്വദേശി നൽകിയ പരാതിയിലാണ് മോചനത്തിനിടയാക്കിയത്. ഇടുക്കി രാമക്കൽമേട് സ്വദേശിനിയായ പടിഞ്ഞാറ്റേതിൽ ജാസ്മിൻ മീരാൻ റാവൂത്തറാണ് കുവൈത്തിലെ വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ടത്. 4 മാസം മുൻപാണ് ജാസ്മിൻ കണ്ണൂർ സ്വദേശിയായ ഏജന്റ് വഴി കുവൈറ്റിലെത്തിയത്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ വീട് കൊള്ളത്തിലായിരുന്നു. ആ കൊള്ളത്തിലാഞ്ഞിട്ട് ഞാൻ ഏജൻസിയോട് വിളിച്ചിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീട് മാറ്റി തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. അങ്ങനെ 1 മാസം ശമ്പളം മേടിച്ചിട്ട് മാറാമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് എടുക്കത്തില്ല ഫോണ്. അത് കാരണം ഞാൻ വിളിക്കാതായി. അങ്ങനെ 1 മാസവും കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 മാസം 13 ദിവസം ജോലി ചെയ്തതിന് ശേഷം അവരെന്നോട് പറഞ്ഞു പിന്നെ ഓഫീസിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ മാമാടെ മോടെ വീട്ടിൽ എന്നെ 4 ദിവസം കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് എന്നെ ഓഫീസിൽ കൊണ്ടുവരുന്നത്. പറഞ്ഞാൽ 17 ദിവസം ഞാൻ ഓഫീസിൽ കിടന്നു. ജൂൺ 12-ാം തീയതി പോകുന്നു, ജൂൺ 29-ാം തീയതി എന്നെ എംബസി കൊണ്ടുപോകുന്നു. 17 ദിവസം അവിടെ കിടന്നു. 3 പേരുണ്ട്. ആ 3 പേരും ഫോണ് എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഒരു മുറിക്കകത്ത് കൂട്ടിയിട്ടേക്കുവാണ്. ഒരു 5-6 മാസം ആയവരൊക്കെ അവിടെ കിടപ്പുണ്ട്. സുഹൃത്തായ നെടുങ്കണ്ടം സ്വദേശിനി ലിസയോട് ദുരിതങ്ങൾ വിവരിക്കാൻ സാധിച്ചതാണ് ജാസ്മിന്റെ മോചനത്തിലേക്ക് വഴിതെളിച്ചത്. വിവരം ലിസ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇതാണ് മൻസൂർ, കണ്ണൂരാണ് പറഞ്ഞത്. കണ്ണൂരാണ് താമസിക്കുന്നത്. നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് വിസ തന്നേക്കുന്നത് നിനക്ക് കയറി പോകുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റില് പോകുന്നത് നെടുമ്പാശ്ശേരി ടു ഒമാനാന്ന് പറഞ്ഞു. ഒമാനിൽ പോയി 7 മണിക്കൂർ താമസം വരുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു. അന്നേരം തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പുള്ളിയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ 4 ലക്ഷം രൂപ എനിക്ക് തന്നേരം, എന്റെ വിസയുടെ പൈസ 4 ലക്ഷം രൂപ തന്നേക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു നിനക്ക് അവിടെ കയറി പോകാൻ പറ്റത്തില്ല, നിന്റെ പാസ്പോർട്ടിന് എമിഗ്രേഷൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് അവൻ ചേച്ചി അവിടെ ഇട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭക്ഷണമില്ലാതെ കിടന്ന് പീഡിപ്പിക്കാൻ തുടങ്ങി. സമാനമായ തട്ടിപ്പിനിരയായി നിരവധി പേർ വിദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത്. കണ്ണൂരിലെ ഏജന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജാസ്മിനും കുടുംബവും വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.